ഓം ശാന്താകാരം മുജഗശേനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ഭഗവാൻ കൃഷ്ണനും ബലരാമനും വൃന്ദാവനവാസികളെ കാണാൻ പുറപ്പെടുന്നതാണ് 81-ാമത്തെ അധ്യായം. ഒരിക്കൽ ഭഗവാൻ കൃഷ്ണനും ബലരാമനും തങ്ങളുടെ മഹാനഗരിയെ ആയ ദ്വാരകയിൽ സ്വസ്ഥമായിട്ട് കഴിയുമ്പോൾ കൽപ്പാന്തത്തിൽ അഥവാ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ കഴിയുമ്പോൾ സംഭവിക്കാറുള്ളതുപോലെ അപൂർവമായ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണമുണ്ടായി. ഓരോ കൽപ്പാന്തത്തിലും കനത്ത മേഘങ്ങൾ സൂര്യനെ മൂടും. അതിൻ്റെ ഫലമായിട്ട് സ്വർലോകം വരെയുള്ള അധോലോകങ്ങൾ മുഴുവൻ കനത്ത മഴ തുടർച്ചയായിട്ട് പെയ്യുകയും ചെയ്യും. ഈ മഹാഗ്രഹണത്തെക്കുറിച്ച് ജ്യോതിശാസ്ത്രപരമായ കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുജനങ്ങൾക്ക് മുൻകൂട്ടി തന്നെ അറിവ് നൽകിയിരിക്കുന്നു. അതിനാൽ സർവ്വ ആളുകളും സ്ത്രീ പുരുഷ ഭേദമന്യേ കുരുക്ഷേത്രത്തിലെ സമന്തപഞ്ചകം എന്ന പുണ്യസ്ഥലത്ത് സമ്മേളിക്കാൻ തീരുമാനിച്ചു. ലോകത്തുള്ള ക്ഷത്രിയരെ മുഴുവൻ 21 വട്ടം വധിച്ച ശേഷം ഭഗവാൻ പരശുരാമൻ യാഗം നടത്തിയ സ്ഥലമായതുകൊണ്ടാണ് സമന്തപഞ്ചകത്തിന് ഈ പ്രസിദ്ധി. പരശുരാമൻ കൊന്നൊടുക്കിയ ക്ഷത്രിയരുടെ മുഴുവൻ രക്തം ഒരു അരുവിയായിട്ടൊഴുകി. പരശുരാമൻ 5 വലിയ തടാകങ്ങൾ നിർമ്മിച്ചു. അവിടെ ഈ രക്തമത്രയും അവിടെ നിറച്ചു. പരശുരാമൻ വിഷ്ണു തത്വമാണ്. ഈശോപനിഷത്തിൽ പറയുന്നത് പോലെ വിഷ്ണു തത്വത്തിനെ പാപകർമ്മങ്ങൾ കൊണ്ട് മലിനപ്പെടുത്താനാകില്ല. പരശുരാമൻ പൂർണ്ണശക്തനും കളങ്കരഹിതനുമായിരുന്നിട്ടും മാതൃക കാട്ടാനെന്നവണ്ണം താൻ നടത്തിയതായിട്ട് പറയപ്പെടുന്ന ക്ഷത്രിയ ഹിംസയുടെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് അദ്ദേഹം സമന്തപഞ്ചകത്തിൽ മഹായാഗങ്ങൾ നടത്തി. ഹിംസ എന്ന കല ചിലപ്പോൾ ആവേശമായിട്ട് വരുമെങ്കിലും നന്നല്ല എന്ന് സ്ഥാപിക്കാനാണ് പരശുരാമൻ ഈ മാതൃക കാണിച്ചു കൊടുത്തത്. ക്ഷത്രിയ ഹിംസയ്ക്ക് താൻ ശിക്ഷാർഹനാണെന്ന് പരശുരാമൻ കരുതി. അപ്പോൾ ഇത്തരം ഗർഹിണിയും അനുവദനീയമല്ലാത്തതുമായ ജീവാത്മകളുടെ ഹിംസ ലോകമെമ്പാടും നിരോധിക്കപ്പെട്ടിരുന്നു. ഇവിടെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അഹിംസ എന്ന വാദം താത്വികമായിട്ട് ചിന്തിച്ചാൽ ഈ അഹിംസ ഒരിക്കലും നമുക്ക് നടപ്പാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ഈ പ്രകൃതിയുടെ ചലനത്തിൽ തന്നെ എല്ലാ നിമിഷവും അനുനിമിഷവും ഹിംസ നടന്നുകൊണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ അതിൻ്റെ താത്വികമായ ആ ജ്ഞാനാർത്ഥത്തെ എടുത്താൽ, വ്യംഗ്യാർത്ഥത്തെ എടുത്താൽ ഹിംസ എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പോൾ അഹിംസ നടപ്പാക്കുന്നത് എങ്ങനെ? കാരണം ഈ ജീവാത്മാക്കളെ ഒന്നും ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. അതിന് ജനന മരണങ്ങൾ ഇല്ലാത്തതാണ്. അപ്പം ആര് വിചാരിച്ചാലാണ് ഈ ജീവാത്മാക്കളെയൊക്കെ നശിപ്പിക്കാൻ സാധിക്കുക? അപ്പം ഹിംസ എന്ന് പറയുന്നത് ഒരു കാലത്ത് സംഭവിക്കില്ല എന്ന് മാത്രമല്ല, അഹിംസ എന്ന് പറയുന്നത് നടപ്പാക്കാനും സാധ്യമല്ല. കാരണം ഈ പ്രത്യക്ഷത്തിലുള്ളതെല്ലാം നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആര് വിചാരിച്ചാലാണ് അഹിംസ നടപ്പാക്കാൻ സാധിക്കുക? നമ്മളിത് പറയുമ്പോൾ തന്നെ നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും ആ ജലത്തിനകത്ത് ചെറു പ്രാണികൾ അനേകമുണ്ട്. അതിനൊക്കെ ഹിംസിക്കുക ചെയ്യുക. അപ്പോൾ ഇനി ആധ്യാത്മിക മാർഗത്തിൽ പ്രവർത്തിക്കുന്നതോ, നമ്മൾ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠം വയ്ക്കുന്നതായിക്കോട്ടെ, ഹോമാദി കർമ്മങ്ങൾ നടക്കുന്നതായിക്കോട്ടെ, ഇല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതായിക്കോട്ടെ, ഇവിടെയൊക്കെ സൂക്ഷ്മതലത്തിലുള്ള ജീവജാലങ്ങളുടെയൊക്കെ ഹത്യ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അഹിംസ എന്നത് ആർക്കും നടപ്പാക്കാൻ സാധിക്കും? ഹിംസയ്ക്കും അഹിംസയ്ക്കും മനഃപൂർവമായിട്ട് നമ്മൾ ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അഹിംസ. അല്ലാതെ പ്രാക്ടിക്കൽ തലത്തിൽ നമ്മളിപ്പം ഭക്ഷണം കഴിക്കാതെ ആർക്കും അന്നമയമായ ശരീരത്തെ നിലനിർത്താൻ സാധ്യമല്ല. പക്ഷെ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാംസാഹാരം കഴിക്കുന്നില്ല എന്ന് ശപഥം ചെയ്താൽ പോലും ഈ സസ്യാഹാരം കഴിക്കുമ്പോഴും ഈ സസ്യങ്ങളിലും ജീവൻ ഭാവമുണ്ട്. അപ്പോൾ അതിനെയും ഹിംസിച്ചിട്ടല്ലേ നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ അഹിംസ എന്ന് പറയുന്നത് നമുക്ക് തത്വത്തിൽ അത് നടപ്പാക്കാൻ സാധിക്കില്ല എന്നർത്ഥം.
പിന്നെ ആകെ കരണീയമായിട്ടുള്ളത് നമുക്ക് മറ്റൊരാളെ മനഃപൂർവ്വമായിട്ട് ഒരു തരത്തിലും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ വിഷ്ണു തത്വത്തിൽ ഈ ക്ഷത്രിയരെ കൊന്നെങ്കിലും യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെ പരശുരാമായിട്ട് അവതരിച്ച് ഈ ക്ഷത്രിയരെയൊക്കെ അധർമ്മികളായിട്ടുള്ള ക്ഷത്രിയരെയൊക്കെ കൊന്നുമുടിച്ചു എന്ന് പറയുന്നുണ്ട്. അവിടെ പരശുരാമൻ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രത്യക്ഷത്തിൽ അധർമ്മികളായിട്ടുള്ള സ്ഥൂലശരീരത്തോടു കൂടി വന്നിരിക്കുന്ന ആത്മാക്കളെ കൊല്ലാൻ സാധ്യമല്ല, ജീവാത്മാക്കളെ നശിപ്പിക്കാൻ ഈശ്വരന് പോലും സാധ്യമല്ലാത്തൊരവസ്ഥ. അതാ ഭഗവാന്റെ അംശം തന്നെ ആയതുകൊണ്ട് അതിനെ സൂക്ഷ്മതലത്തിൽ ഒരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ല. ഞാൻ അന്യതേ അന്യമാനേ ശരീരേ, ഇല്ലെങ്കിൽ നൈനം ചിന്തന്തി സഹസ്രാണിനെ നൈനം ദഗതി ഭാവക എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാന് തന്നെ അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അത് അജയ്യമായിട്ട് അചഞ്ചലമായിട്ട് നിലനിൽക്കുന്ന ശക്തിയുടെ അംശമാണ്. പക്ഷെ ഈ സ്ഥൂല ശരീരങ്ങളെയാണ് നശിപ്പിക്കുക. അതാ ഈ പരമാത്മാവിൻ്റെ തന്നെ അംശമായിരിക്കുന്ന ആ ജീവാത്മാവിനെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ കൊണ്ട് ദുർവിനിയോഗം ചെയ്യുന്ന അവസ്ഥയിൽ ആ ശരീരങ്ങളെ, സ്ഥൂല ശരീരങ്ങളെയാണ് പരശുരാമൻ ഹിംസിച്ചതെന്നർത്ഥം. അപ്പോൾ സത്യത്തിൽ യഥാർത്ഥത്തിൽ ഈ ആത്മാക്കളെ ഒന്നും ഹിംസിക്കാൻ ഭഗവാന് പോലും സാധിച്ചില്ല. ഈ ശരീരങ്ങളെ നശിപ്പിച്ചതിൻ്റെ ഒരു പ്രായശ്ചിത്തം എന്ന നിലയിൽ ചില കാര്യങ്ങൾ പരശുരാമൻ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരു മാതൃക കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഈ കുറച്ച് ഭയവും ഇല്ലെങ്കിൽ അതിൻ്റെ പാപദോഷങ്ങൾ അനുഭവിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ തോന്നിവാസം, അല്ലെങ്കിൽ തന്നെ തോന്നിവാസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഹിംസ ചെയ്യുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടും അറിയാതെയും സംഭവിക്കുന്നുണ്ട്. അപ്പം മനഃപൂർവ്വമായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ശിക്ഷയില്ലാതിരുന്നാൽ, ഇല്ലെങ്കിൽ അതിന് പരിഹാരമില്ല, അല്ലെ പാപമാണ് എന്നുള്ള ബോധം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാപമാണെന്നുള്ള ദോഷമുണ്ടാക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോകും, നരകത്തിൽ പോകും എന്നൊക്കെ പല കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആ നരക വർണ്ണനയൊക്കെ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കിയാലും മനുഷ്യൻ പിന്നെ അധർമ്മം ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പം അതിനൊരു കടിഞ്ഞാടിനാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് മനുഷ്യജന്മം എടുത്തുകൊണ്ട് വന്നത് കൊണ്ട് പരശുരാമൻ ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ആ പാപകർമ്മങ്ങളുടെ ദോഷം തീരാൻ വേണ്ടിയിട്ടെന്നുള്ള വ്യാജേന മഹായാഗങ്ങളൊക്കെ നടത്തിയ സ്ഥലമാണ് ഈ പറയുന്ന സമന്തപഞ്ചക എന്ന് പറയുന്ന സ്ഥലം. ആ പുണ്യസ്ഥലത്ത് സമ്മേളിക്കാനാണ് ഇവിടെ ദ്വാരകാവാസികളും ബലരാമനും കൃഷ്ണനും ഒക്കെ തീരുമാനിച്ചത്. അപ്പോൾ ഈ വൃന്ദാവനത്തിലുള്ള ഇല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന യദുകുലവാസികളെ കൂടി അങ്ങോട്ട് ക്ഷണിക്കേണ്ടായി. എല്ലാവരും അവിടെ വരണം എന്ന് പറഞ്ഞു. കാരണം ഈ ഒരു യുഗത്തിൻ്റെ അവസാനം വയ്ക്കാൻ പോവുകയാണ്. ദ്വാപരയുഗം അവസാനിക്കാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണ ഫലങ്ങളൊക്കെ അവിടെ ദുർനിമിത്തങ്ങളായിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെല്ലാം ഈ പുണ്യസ്ഥലത്ത് വന്ന് എല്ലാവരും സമ്മേളിക്കണം എന്നൊരു തീരുമാനമെടുത്തത്. അപ്പം പരശുരാമൻ ഈ ക്ഷത്രിയ ഹിംസയുടെ പാപത്തിന് പ്രായശ്ചിത്തമായിക്കൊണ്ട് അദ്ദേഹം സമന്തപഞ്ചകത്തിൽ മഹായോഗങ്ങൾ നടത്തിയതായിട്ടും പറയുന്നു. ഹിംസ എന്ന കല അതൊരു കലയായിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ആവശ്യമായി വരുമെങ്കിലും നന്നല്ല എന്ന് സ്ഥാപിക്കാനാണ് പരശുരാമൻ ഇങ്ങനെ ഒരു മാതൃക കാണിച്ച് തന്നത്. ക്ഷത്രിയ ഹിംസയ്ക്ക് താൻ ശിക്ഷാർഹനാണെന്ന് പരശുരാമൻ കരുതി. അപ്പോൾ ഇത്തരം ദോഷങ്ങള് അനുവദീയം ഇല്ലെങ്കിൽ ഇത്തരം ഹിംസകൾ അനുവദനീയമല്ലാത്തതുമായിട്ടുള്ള ജീവാത്മാക്കളുടെ ഹിംസ ലോകമെമ്പാടും നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. സൂര്യഗ്രഹണത്തിൻ്റെ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് പ്രധാന വ്യക്തികളൊക്കെ ഈ പുണ്യസ്ഥലം സന്ദർശിച്ചു. മുതിർന്ന ആളുകളുടെ കൂട്ടത്തിൽ അക്രൂരനും വസുദേവനും ഉഗ്രസേനനും ഉണ്ടായിരുന്നു. യുവ തലമുറയിൽ നിന്ന് ഗതൻ, പ്രത്യുമ്നൻ, സാമ്പൻ എന്നിവരുൾപ്പെടെ യദുവംശത്തിലെ അനേകം ആളുകൾ തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിനിടയ്ക്ക് ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ എത്തിച്ചേർന്നു എന്നർത്ഥം. യദുവംശത്തിലെ പ്രധാനപ്പെട്ട ആളുകളിൽ മിക്കവരും കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ പ്രത്യുമ്നന്റെ പുത്രനായിരിക്കുന്ന അനിരുദ്ധൻ, യദുവംശത്തിൻ്റെ സർവ്വസൈന്യാധിപനായിരിക്കുന്ന കൃതകർമാവ് സുചന്ദ്രൻ, ശുഗൻ, സാരണൻ എന്നിവരോടൊപ്പം നഗരത്തിൻ്റെ രക്ഷയെ കരുതി ദ്വാരകയിൽ തന്നെ തങ്ങി. അപ്പം ചിലരെയൊക്കെ ആ ദ്വാരകാ നഗരത്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് ചിലരെ നിയോഗിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. യദുവംശത്തിലെ ആളുകളെ ഒക്കെ തന്നെ പ്രകൃത്യാ സൗന്ദര്യമുള്ളവരായിരുന്നാലും
സ്വർണ്ണഹാരങ്ങളും പുഷ്പമാല്യങ്ങളും കൊണ്ട് അലങ്കൃതരായിട്ട് വിലപിടിച്ച വസ്ത്രങ്ങൾ ധരിച്ച് അവരവരുടെ ആയുധങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ സൗന്ദര്യവും വ്യക്തിത്വവും 100 മടങ്ങ് വർദ്ധിച്ചു. മഹാസാഗരത്തിലെ ഉത്തുംഗമായിരിക്കുന്ന തിരമാലകൾ പോലെ ചലിക്കുന്ന അശ്വങ്ങളെ പൂട്ടിയതും ദേവന്മാരുടെ ആകാശ വിമാനങ്ങൾക്ക് തുല്യം ഗംഭീരവുമായ രഥങ്ങളേറിയാണ് യദുക്കൾ മിക്കവാറും കുരുക്ഷേത്രത്തിലെത്തിയത്. ആകാശത്തെ മേഘമാലകൾ പോലെ ബലിഷ്ഠമായിരിക്കുന്ന ഗജവീജന്മാരുടെ പുറത്തായിരുന്നു മറ്റു ചിലരുടെ വരവ്. അവരുടെയൊക്കെ ഭാര്യമാരെ വിദ്യാധരന്മാരെ പോലുള്ള സുന്ദരന്മാർ പല്ലക്കിലേറ്റിയാണ് കൊണ്ടുവന്നത്. ചുരുക്കത്തിൽ സ്വർഗത്തിലെ ദേവസഭ പോലെയായിരുന്നു ഈ സമന്തപഞ്ചകം. കുരുക്ഷേത്രത്തിലെത്തിയ യാദവർ ആത്മനിയന്ത്രണത്തോടെ സാരമായിരിക്കുന്ന ചടങ്ങുകളോടെ തീർത്ഥസ്നാനം ചെയ്തു. പാപകർമ്മങ്ങളുടെ ദുഷ്ഫലങ്ങളെ നശിപ്പിക്കാനായിക്കൊണ്ട് ഗ്രഹണസമയം മുഴുവൻ അവർ ഉപവസിച്ചു. ഗ്രഹണസമയത്ത് ആവുന്നത്ര ദാനധർമ്മങ്ങൾ നടത്തുന്നത് വൈദിക ആചാരമാകിയാൽ യദുക്കൾ 100 കണക്കിന് ഗോക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അവയൊക്കെ വസ്ത്രാഭരണങ്ങൾ കൊണ്ട് ഭംഗിയായി അലങ്കരിക്കപ്പെട്ടിരുന്നു. കാൽവണ്ണയിൽ മണികളും കഴുത്തിൽ പൂമാലയും ഉണ്ടായിരുന്നു എന്നതാണ് ഈ ഗോക്കളുടെ പ്രത്യേകത. അപ്പോൾ യദുവംശത്തിലെ ആളുകളൊക്കെ തന്നെ പ്രകൃത്യാ ഈ കുരുക്ഷേത്രത്തിനടുത്താണ് സമന്തപഞ്ചകം എന്ന് പറയുന്ന സമുദ്രതീരം എന്നർത്ഥം. ഈ മഹാഭാരത യുദ്ധം നടന്ന ആ കുരുക്ഷേത്രത്തിലും അനേക ഹിംസ നടന്നിട്ടുണ്ടെന്നർത്ഥം. അപ്പം ഈ യദുവംശത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ മിക്കവരും കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ പ്രത്യുമ്നന്റെ പുത്രനായ കാനുരുത് യദുവംശത്തിൻ്റെ സർവ്വസൈന്യാധിപനായിരിക്കുന്ന കൃതവർമ്മ, സുചന്ദ്രൻ, സുഖൻ, നാരായണൻ എന്നിവർ, സാരണൻ എന്നിവർ നഗരത്തിൻ്റെ രക്ഷയെ കരുതി ദ്വാരകയിൽ തങ്ങാൻ അതിൻ്റെ സുരക്ഷയ്ക്കായി കൊണ്ട് നിർത്തി എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഏതൊക്കെ തരത്തിൽ ശ്രദ്ധിച്ചാലും എത്രയൊക്കെ സത്യധർമ്മത്തിനനുസരിച്ച് ജീവിച്ചാലും ഈ ഹിംസ എന്ന് പറയുന്ന പ്രകൃത്യാ തന്നെ നമ്മുടെ ജീവിതചര്യയിൽ എത്ര തന്നെ ശ്രദ്ധിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ ശ്രദ്ധിച്ചാലും ഹിംസ എന്ന് പറയുന്ന പാപം അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരൊറ്റ പ്രൊവിഷനേ ഉള്ളൂ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിൻ്റെ ഇപ്പം അറിയാതെ ചെയ്യുന്നതിനും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനുമൊക്കെയുള്ള ഒരു തീർത്ഥാടനം കൊണ്ടോ ഇല്ലെങ്കിൽ ജപതപാദികളെ കൊണ്ടോ ഒക്കെ അതിനെ ലഘൂകരിക്കാൻ സാധിക്കുമെന്നല്ലാതെ ഈ ഹിംസ എന്ന് പറയുന്നത്, അത് ഞാൻ പറഞ്ഞല്ലോ, അഹിംസ എന്ന് പറയുന്നത് നടപ്പാക്കാൻ സാധിക്കാത്ത ഒരു കാര്യം. കാരണം അനുനിമിഷം നമ്മൾ ഹിംസ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഒരു ഗ്ലാസ് ജലം കുടിച്ചാലോ ഭക്ഷണം കഴിച്ചാലോ നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു സ്ഥലത്ത് നിന്ന് ചലനം ഉണ്ടാകുമ്പോഴോ ഒക്കെ അനുനിമിഷം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്, പ്രകൃത്യാ നടക്കുന്ന പ്രക്രിയയാണ് ഹിംസ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകുന്ന പാപകർമ്മങ്ങളുടെ പരിഹാരത്തിനായിക്കൊണ്ടാണ് ഈ തീർത്ഥസ്ഥാനങ്ങളും ഇങ്ങനെ മഹാസമ്മേളനങ്ങളും ഇല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് മഹായാഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കുക എന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നാണ് ഇവിടെ ഈ ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ഈ അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നത്. അവിടെ കുരുക്ഷേത്രത്തിലെത്തിയ യാദവർ ആത്മനിയന്ത്രണത്തോടെ സാരമായിരിക്കുന്ന ചടങ്ങുകളോടെ തീർത്ഥസ്നാനം ചെയ്തു. യഥാവിധി ശാസ്ത്രവിധി പ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അവിടെ അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. ഗ്രഹണത്തിന് ശേഷം ഭഗവാൻ, അതായത് ഗ്രഹണ സമയത്ത് ഭയങ്കര ദോഷമുള്ള പ്രപഞ്ചത്തിന് തന്നെ ദോഷമുണ്ടാകാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണവും അത് പ്രത്യക്ഷത്തിലാണ്. ഇന്നുമാണെങ്കിൽ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ ഒക്കെ നടക്കുന്ന സമയത്ത് ഇത്തരം ദാനകർമ്മങ്ങളും തീർത്ഥസ്നാനങ്ങളും ഒക്കെ വിധിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിലും ഇവിടെ യാദവർ എല്ലാവരും ഈ സമന്തപഞ്ചകത്തിൽ പോയിട്ട് ചെയ്യാനിട വന്നതും എന്നർത്ഥം. അപ്പോൾ ഗ്രഹണത്തിന് ശേഷം ഭഗവാൻ പരശുരാമൻ നിർമ്മിച്ച തടാകങ്ങൾ യാദവരെല്ലാം വീണ്ടും സ്നാനം ചെയ്തു. തുടർന്ന് ബ്രാഹ്മണർക്ക് നെയ്യിൽ പാകം ചെയ്ത ഭക്ഷണം ധാരാളമായിട്ട് നൽകി. വൈദിക സമ്പ്രദായം അനുസരിച്ചുകൊണ്ട് ഭക്ഷണം 2 തരമുണ്ട്, പാകപ്പെടുത്തിയതും പാകപ്പെടുത്താത്തതും. പാകപ്പെടുത്താത്ത ഭക്ഷണത്തിൽ പച്ച സസ്യങ്ങളും അല്ലെങ്കിൽ ഫലമൂലാദികളും ധാന്യങ്ങളും പാകപ്പെടുത്താത്ത ഭക്ഷണത്തിൽ പച്ച സസ്യങ്ങളും പച്ച ധാന്യങ്ങളും പെടുന്നില്ല. ജലത്തിൽ പാകം ചെയ്തവയാണ് പാകപ്പെടുത്താത്ത ഭക്ഷ്യം. അതായത് നെയ്യിൽ പാകപ്പെടുത്തിയവയെ ആണ് പാകപ്പെടുത്തിയ ഭക്ഷ്യം എന്ന് പറയുന്നത്. പൂരി, കച്ചോരി, സമോസ തുടങ്ങിയവയൊക്കെ പാകപ്പെടുത്തിയ ഭക്ഷണമാണ്.
ചപ്പാത്തി, പരിപ്പ്, ചോറ്, സാധാരണ പച്ചക്കറികൾ എന്നിവ പാകപ്പെടുത്താത്ത ഭക്ഷ്യവും. അന്ന് ക്ഷണിക്കപ്പെട്ട ബ്രാഹ്മണർക്കെല്ലാം യദുക്കൾ പാകപ്പെടുത്തിയ ഭക്ഷ്യം കൊണ്ട് ഗംഭീരമായ സദ്യ നടത്തി. യദുക്കൾ നടത്തിയ ആചാരപരമായിട്ടുള്ള കർമ്മങ്ങൾക്ക് ബാഹ്യമായ കർമ്മികളുടെ അനുഷ്ഠാനപരമായിട്ടുള്ള കർമ്മങ്ങളോട് സാമ്യമുണ്ടായിരുന്നു. കർമ്മികൾ അനുഷ്ഠാനങ്ങൾ നടത്തുന്നത് സുഖഭോഗങ്ങൾക്ക് വേണ്ടിയാണ്. നല്ല പദവി, നല്ല ഭാര്യ, നല്ല വീട്, നല്ല സന്താനങ്ങൾ, ധാരാളം ധനം എന്നിങ്ങനെ. പക്ഷേ യദുക്കളുടെ അഭിലാഷം വ്യത്യസ്തമായിരുന്നു. കൃഷ്ണനിൽ നിരന്തരമായ ഭക്തിയും വിശ്വാസവും അർപ്പിക്കുന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. യദുക്കൾ മുഴുവൻ വലിയ ഭക്തന്മാരായിരുന്നു. അങ്ങനെ പല ജന്മങ്ങളിലായിട്ട് സഞ്ചയിച്ച പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് ഭഗവാൻ കൃഷ്ണനുമായിട്ട് സദാ ബന്ധപ്പെടാനുള്ള അവസരം ഇവർക്ക് കൈവന്നു. കുരുക്ഷേത്രത്തിലെ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുമ്പോഴും സൂര്യഗ്രഹണ ദിവസം അനുഷ്ഠിക്കേണ്ട നിയമാക തത്വങ്ങൾ ദീക്ഷിക്കുമ്പോഴും ബ്രാഹ്മണ ഭോജനം നടത്തുമ്പോഴും അവരുടെ സർവ്വകർമ്മങ്ങളിലും കൃഷ്ണനോടുള്ള ഭക്തിയെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിച്ചിരുന്നത്. അവർക്ക് ആരാധ്യൻ ഭഗവാൻ കൃഷ്ണൻ മാത്രമായിരുന്നു. ബ്രാഹ്മണരെ ഊട്ടിയ ശേഷം അവരുടെ അനുവാദത്തോടെ പ്രസാദം സ്വീകരിക്കുക എന്ന ആതിഥേയ ഒരാചാരമാണ്. അങ്ങനെ ബ്രാഹ്മണരുടെ അനുവാദത്തോടെ യാദവരെല്ലാം ഭക്ഷണം കഴിച്ചു. തുടർന്ന് വൻമരങ്ങളുടെ തണലിൽ അവർ വിശ്രമിച്ചു. വേണ്ടത്ര വിശ്രമിച്ച ശേഷം സന്ദർശകരെ സ്വീകരിക്കാൻ തയ്യാറായി. സന്ദർശകരുടെ കൂട്ടത്തിൽ ബന്ധുക്കളും മിത്രങ്ങളും ഒപ്പം സാമന്ത രാജാക്കന്മാരും ഭരണാധിപന്മാരും ഉൾപ്പെട്ടിരുന്നു. ഉശീനരം, കോസലം, വിദർഭം, കുരു, സഞ്ജയം, കാംബോജം, കേകേയം എന്നീ പ്രവിശ്യകളിലെയും മറ്റ് പല പ്രദേശങ്ങളിലും രാജാക്കന്മാർ സന്ദർശകരായിട്ട് എത്തിയിരുന്നു എന്നർത്ഥം. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.